ചില ആൾക്കാരെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒരു കാരണമില്ലാണ്ട് പെട്ടെന്ന് ദേഷ്യം വരിക, അടുത്ത സെക്കൻഡിൽ സങ്കടം വന്ന് കരയും ചെയ്യും. പക്ഷെ ഇതൊക്കെ കഴിഞ്ഞ് ഒന്നും സംഭവിക്കാത്ത പോലെ വെറുതെ ഇരിക്കുന്നതും കാണാം. കാണുന്നവർക്ക് ഇതൊരു ഡ്രാമയായിരിക്കാം, പക്ഷേ ഈ മൂഡ് സ്വിങ്സ് എന്നുള്ളത് അതൊരു റിയാലിറ്റിയാണ്. സ്ത്രീകളിൽ ഇങ്ങനെ സംഭവിക്കുന്നതിന് പിന്നിൽ കൃത്യമായിട്ടുള്ള കാരണങ്ങളുണ്ട്. പലപ്പോഴും നമ്മുടെ ബോഡിയിലുള്ള ഒരുപാട് ഫിസിയോളജിക്കൽ ചേഞ്ചസ് ഉണ്ട് പല ടൈം പീരീഡിൽ ഉണ്ടാവുന്നത്. അതിൻ്റെയൊക്കെ ഒരു റിഫ്ലക്ഷൻ ആണ് ഈ മൂഡ് സ്വിങ്സ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഹോർമോൺ ഇംബാലൻസസ്, പ്രത്യേകിച്ച് എസ്ട്രോജൻ പ്രൊജസ്ട്രോൺ ഹോർമോണിന്റെ അളവിൽ പെട്ടെന്ന് ഉണ്ടാകുന്ന മാറ്റങ്ങളാണ് ഇതിന് പ്രധാനപ്പെട്ട കാരണം. പീരീഡ്സ് ടൈമിൽ മിക്കവാറും എല്ലാ സ്ത്രീകൾക്കും അനുഭവിക്കാറുള്ള ഒന്നാണ് ഈ ഒരു ഹോർമോൺ ഇംബാലൻസസ്. ഇതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് നമ്മുടെ ബ്രെയിനിൽ ഒരു ഹാപ്പി ഹോർമോൺ ഉണ്ട്, സെറട്ടോണിൻ. ഇതിന്റെ അളവിൽ വരുന്ന വ്യത്യാസം അനുസരിച്ചിട്ടാണ് ഇത് കുറയുമ്പോഴാണ് നമുക്ക് ഈ വല്ലാത്ത സങ്കടവും തളർച്ചയും മൂഡ് സ്വിങ്സും ഒക്കെ അനുഭവപ്പെടുന്നത്. ഇത് കൂടാതെ ഉറക്കക്കുറവ്, അതുപോലെ അമിതമായ സ്ട്രെസ് ആയിരിക്കാം, ഇനാഡിക്വേറ്റ് ന്യൂട്രീഷൻ, ഇതൊക്കെ മൂഡ് ഫ്ലക്ച്വേഷൻസ് ഉണ്ടാക്കാം. അതുകൊണ്ട് ഇങ്ങനെ മൂഡ് സ്വിങ്സ് ഉണ്ടാവുന്ന സമയത്ത് നമ്മൾ ഒരിക്കലും സ്വയം കുറ്റപ്പെടുത്തേണ്ടതില്ല. വാട്ട് യു ടു റിമെമ്പർ ഇസ് യു നോട്ട് എലോൺ ഇൻ ദിസ് ജേർണി. ഇത് നിങ്ങളുടെ ബോഡി ഒരു റെസ്റ്റ് സീക്ക് ചെയ്യുന്നതിന്റെ സൈൻ കൂടിയാണ്. നമ്മൾ നന്നായിട്ട് ഹൈഡ്രേഷൻ മെയിൻറ്റെയിൻ ചെയ്യുക, ഇഷ്ടമുള്ള പാട്ട് കേൾക്കുക, അല്ലെങ്കിൽ നന്നായിട്ടൊന്ന് ഉറങ്ങുക, കുറച്ചൊരു മീ ടൈം എടുക്കുക, അല്ലെങ്കിൽ ഒരു വെൽനസ് സപ്പോർട്ട് സീക്ക് ചെയ്യുക. ഇതൊക്കെ ചെയ്താൽ തന്നെ ഒരു പരിധി വരെ നമുക്ക് ഈ മൂഡ് സ്വിങ്സ് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇനി ഇതൊക്കെ ചെയ്തു കഴിഞ്ഞിട്ടും കയ്യിൽ നിൽക്കുന്നില്ല എന്ന് തോന്നുകയാണെങ്കിൽ ബെറ്റർ സീക്ക് എ പ്രൊഫഷണൽ മെഡിക്കൽ ഹെൽപ്പ്.